ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഇന്നൊരു പക്ഷേ വാർത്താ പകലിൽ നിറഞ്ഞു നിൽക്കാൻ സാധ്യതയുള്ള ഒരു വാർത്തയിലേക്കാണ് ഇന്നലെ വൈകുന്നേരം എത്തിയ ഒരു പത്രക്കുറിപ്പായിരുന്നു ഇന്നത്തെ വാർത്താ പകലിൽ നിശ്ചയിക്കുന്നത്. അത് EDയുടെ പത്രക്കുറിപ്പാണ്. EDയുടെ പത്രക്കുറിപ്പിൽ വീണയുടെ അക്കൗണ്ടിൽ നിന്ന് വിദേശത്തേക്ക് 85 ലക്ഷം രൂപ കടത്തിയതടക്കം ഹവാല ഇടപാടിനുള്ള സൂചനയുണ്ടെന്ന ഗുരുതരമായ പത്രപ്രസ്താവനയാണ് EDയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ കടക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്, വളരെ പ്രധാനപ്പെട്ട വാർത്ത റിപ്പോർട്ടിലൂടെ ആദ്യം പ്രേക്ഷകർ അറിയുന്നു. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ ED വീണ ടിക്കെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യും. ദുബായിലേക്ക് 85 ലക്ഷം കൈമാറി എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഫെമ കേസ് രജിസ്റ്റർ ചെയ്യുക. പണം ആർക്കു വേണ്ടിയാണ് കൈമാറിയത് എന്നതിൽ വിശദമായ അന്വേഷണം നടത്തും. വരുമാനത്തിനപ്പുറമുള്ള വീണയുടെ പണമിടപാടുകളും ED വിശദമായി പരിശോധിക്കും. അതേസമയം മുൻമന്ത്രി മുഹമ്മദ് റിയാസിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കും ED അന്വേഷണമുണ്ട്. 2021 വീണ P നിഖിലിന്റെ സോളസ് എന്ന പരസ്യ കമ്പനിക്ക് പണം കൈമാറിയതായി ED കണ്ടെത്തി. CMRLൽ നിന്ന് ലഭിച്ച പണമാണോ കമ്പനിക്ക് നൽകിയതെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. വീണയുടെ ഡയറിയിൽ നിന്നാണ് സോളസ് കമ്പനിയുമായുള്ള ഇടപാടുകളുടെ വിവരങ്ങൾ EDക്ക് ലഭിച്ചത്. അതേസമയം കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന നിലപാടിൽ തന്നെയാണ് CPM ഞായറാഴ്ച കോഴിക്കോട് മുതലക്കുളത്ത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കുന്ന പൊതുയോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. S ശരണുണ്ട്, ഒപ്പം തന്നെ റാഹീസ് റഷീദും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ശരണിലേക്ക്. ശരൺ, വെരി ഗുഡ് മോർണിംഗ്. ശരൺ, റാഹീസ് റഷീദ്, വെരി ഗുഡ് മോർണിംഗ്. ആദ്യം ഞാൻ ശരണിലേക്ക് പോകുന്നു. ശരൺ, നിർണായകമായ വിവരം നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. പുതിയൊരു കേസ് കൂടി വീണ ടിക്കെതിരെ എടുക്കാൻ പോവുകയാണോ? വീണയുടെ ഡയറിയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങൾ ഗുരുതരമാണെന്നാണോ EDയുടെ നിലപാട്? ഫെമ ചട്ടലംഘനം പ്രഥമ ദൃഷ്ട്യാ EDക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ ശരൺ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. അത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയൊരു കേസ് കൂടി വീണയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്യാൻ ED തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അത് പുതിയ തലത്തിലേക്ക് എത്തുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് ഇതിൽ നിർണായകമായി മാറിയത് വീണയുടെ ഡയറിയാണെന്നുള്ളതാണ്. മെയ് 27-ാം തീയതിയാണ് വിശദമായ റെയ്ഡ് EDയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അങ്ങനെ 12 ഇടങ്ങൾ റെയ്ഡ് നടക്കുന്നതിന് ഒപ്പമാണ് അതിൽ ഒരിടം എന്ന് പറയുന്നത് വീണ ടിയുടെ തിരുവനന്തപുരത്തെ വാടക വീടായിരുന്നു. അവിടെ നിന്നാണ് ഒരു ഡയറി പിടിച്ചെടുക്കുന്നത്. അത് വിശദമായി തന്നെ പരിശോധിച്ചു. അതിൽ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും വീണ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് ED പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 85 ലക്ഷം രൂപ ദുബായിലേക്ക് കൈമാറിയിട്ടുണ്ടെന്നുള്ളത്. ഒപ്പം തന്നെ 20 കോടിയുടെ ഇടപാടുകൾ, അതായത് 20 കോടിയുടെ കണക്കുകളും ഈ ഡയറിയിലുണ്ട്. ഇങ്ങനെ ഒരു വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയ ഫെമ കേസ് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചത്. നമുക്കറിയാം, ഇപ്പോൾ തന്നെ ചോദ്യമുനയിലാണ് CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസ്. അത് ECI രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണമാണ്, PMLA കേസാണ്. അതിൽ തന്നെ വീണ ചോദ്യമുനയിലാണ്. ഇതിന് പുറമെയാണ് ഫെമ കേസ് കൂടി വരുന്നത്. അങ്ങനെ ഫെമ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും ചോദ്യം ചെയ്യൽ, വീണയുടെ വീണ്ടും ചോദ്യം ചെയ്യൽ ഉണ്ടാവുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പണം ആർക്ക് വേണ്ടി കൈമാറിയത്, എന്തിനു വേണ്ടിയാണ് കൈമാറിയെന്നുള്ളതിൽ വിശദമായ അന്വേഷണം നടത്താൻ ED തീരുമാനിച്ചിരിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ സിം കാർഡ്, അതായത് ഒരു വ്യാജ സിം കാർഡ് വീണ ഉപയോഗിച്ചു എന്നുള്ള വിവരം കൂടി EDക്ക് ലഭിച്ചിരുന്നു. അതായത് നേരത്തെ ഈ ഡയറി പരിശോധിച്ചപ്പോഴേക്കും ഡയറിക്കൊപ്പം തന്നെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഒരു സിം കാർഡ്, മറ്റൊരാളുടെ പേരിലെടുത്ത സിം കാർഡിന്റെ ഒരു ഫോട്ടോ ലഭിച്ചെന്നുള്ളത് ED പറഞ്ഞിരുന്നതാണ്. അത് DYFI നേതാവായിട്ടുള്ള നന്ദുലാലിന്റെ പേരിലെടുത്ത സിം എന്നുള്ളതാണ് ഇപ്പോൾ EDക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ നന്ദുലാലിന്റെ മൊഴി കഴിഞ്ഞ ദിവസം ED എടുത്തിരുന്നതാണ്. കോഴിക്കോട് റെയ്ഡുകൾ നടക്കുമ്പോൾ തന്നെ നന്ദുലാലിന്റെ മൊഴി എടുത്തു. അപ്പോൾ നന്ദുലാൽ പറഞ്ഞത് റിയാസും വീണയും ആവശ്യപ്പെട്ടത് പ്രകാരമാണ് താൻ ഈ സിം കാർഡ് നൽകിയെന്നുള്ളതാണ്. എന്തായാലും ഈ സിം കാർഡിനെ കേന്ദ്രീകരിച്ച് വലിയ അന്വേഷണം നടക്കുന്നുണ്ട്. ഇത് ഹവാല ഇടപാടുകൾക്ക് വേണ്ടിയുള്ള ആശയവിനിമയത്തിന്റെ ഭാഗമായിട്ടാണോ ഈ സിം കാർഡ് ഉപയോഗിച്ചത് അടക്കമുള്ള കാര്യങ്ങളിലാണ് EDക്ക് വ്യക്തത വരുത്താനുള്ളത്. എന്തായാലും ഫെമ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ സമഗ്രമായ ഒരു അന്വേഷണം EDയുടെ ഭാഗത്തു നിന്നുണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുൻ മന്ത്രിയായ മുഹമ്മദ് റിയാസിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കും ED അന്വേഷണം നീളുന്നു എന്നുള്ളതാണ്. അതിന് കാരണമെന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ 2017-20 കാലയളവിൽ വീണ CMRL നിന്ന് കൈപ്പറ്റിയ 2.78 കോടി രൂപ എന്തിനൊക്കെ വിനിയോഗിച്ചു എന്നുള്ള കാര്യത്തിൽ വ്യക്തവരുത്താനുള്ള പരിശോധനകളാണ് നടക്കുന്നത്. ഇതിനിടയിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് വീണ ഈ നിഖിലിന്റെ കമ്പനിയായിട്ടുള്ള ഈ പരസ്യ കമ്പനിയായ സോളസിന് പണം നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് 2021-ലാണ് ഇത്തരത്തിലൊരു ട്രാൻസാക്ഷൻ നടന്നുള്ള വിവരം ഡയറിയിലുള്ളത്. അപ്പോൾ അത് വീണയോട് ചോദിച്ചപ്പോഴും ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയാണ്, മുഹമ്മദ് റിയാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ പണം കൈമാറിയെന്നുള്ളതാണ് EDയോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കും
അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് റിയാസിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് വന്ന പണം അത് CMR-ൽ നിന്ന് കൈപ്പറ്റിയ പണമാണോ എന്ന് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണത്തിൽ കൂടിയാണ് നിലവിൽ ED ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ശരൺ. ഞാൻ ശരണിലേക്ക് ഒരിക്കൽ കൂടി മടങ്ങി വരാം. വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ശരൺ പ്രേക്ഷകരുമായി പങ്കുവെച്ചൊരു കാര്യമാണ്. ഈ വീണ ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു സിം കാർഡ് നന്ദുലാലിൻ്റെ പേരിലാണ്. നന്ദുലാലും റിയാസും ഒക്കെ സുഹൃത്തുക്കളാണ്. സ്വാഭാവികമായും സുഹൃത്തുക്കൾ ഫോൺ നമ്പറുകൾ കൈമാറുന്നതും സ്വാഭാവികമാണ്. പക്ഷേ ഇത് ഇന്റർനെറ്റ് കോളിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതൊക്കെ ചില ദുരൂഹമായ കാര്യമാണ്. ED-യുടേതായിട്ട് വരുന്ന വിവരങ്ങളാണ്. പൂർണ്ണമായും നമുക്കത് വിശ്വസിക്കുക സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സ്വർണ്ണക്കടത്തിന്റെ കാര്യത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ തെളിവുകൾ ED-യുടെ മുന്നിലുണ്ടെങ്കിൽ, ഫെമ ചട്ടലംഘനം ഈ പണം അയച്ചതിലുണ്ടെങ്കിൽ, പണം ഇടപാടുകളിലുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് വീണ ടിക്ക് കുരുക്കായിട്ട് മാറും. ശരൺ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഒരു കേസ് കൂടി വീണ ടിക്കെതിരെ വരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ശരൺ വളരെ താമസിയാതെ തന്നെ വീണ ടിക്ക് നോട്ടീസ് കൊടുക്കും. അടുത്ത ചോദ്യം ചെയ്യലിനായിട്ട് വീണ ടിയെ ED ഈ നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തും. അത് ഫെമ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ തുടക്കമായിട്ട് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അതാണോ ഇനി നമ്മൾ സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ ഫെമ കേസിൽ ഇനി കൃത്യമായ തെളിവ് കൊടുത്തേ മതിയാവൂ. ഈ 85 ലക്ഷം രൂപ വിദേശത്തേക്ക് എങ്ങനെയാണ് കൈമാറിയത്, അത് ചട്ടപ്രകാരമാണോ, അതിനൊക്കെ അനുമതിയൊക്കെ ലഭിച്ചിരുന്നോ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതായിരിക്കുമോ അടുത്ത ഘട്ടത്തിൽ വീണ ടിയുമായി ED ചോദ്യം ചെയ്യലിൽ തെളിയിക്കാൻ ആഗ്രഹിക്കുന്നത്? അരുൺകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സാധാരണ ഒരു റെയ്ഡ് കഴിഞ്ഞാൽ ഇറക്കുന്ന ഒരു വാർത്താക്കുറിപ്പല്ല ഇന്നലെ ED-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്നുള്ളതാണ്. ഇന്നലെ രാത്രിയാണ് ഈ വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങുന്നത്. നമുക്കറിയാം കോഴിക്കോട് 8 ഇടങ്ങളിൽ റെയ്ഡ് നടത്തിയതിന് പിന്നാലെ വാർത്താക്കുറിപ്പ് ഉണ്ടാകുമെന്ന് അവർ അറിയിച്ചിരുന്നു. പക്ഷേ സാധാരണയുള്ള വാർത്താക്കുറിപ്പിനേക്കാൾ കുറച്ചുകൂടെ വ്യത്യസ്തമായി കൂടുതൽ കണ്ടന്റ് ഉള്ള ഒരു വാർത്താക്കുറിപ്പാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യം വീണ ഇത്തരത്തിൽ 85 ലക്ഷം രൂപ വിദേശത്തേക്ക് അയച്ചു, ദുബായിലേക്ക് അയച്ചു എന്നുള്ളതാണ്. ഒപ്പം തന്നെയാണ് ഈ കോഴിക്കോട് നടത്തിയ റെയ്ഡിൽ ഹവാല ഇടപാടുകളുടെ വിവരങ്ങൾ, നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചു എന്നുള്ളത് പറയുന്നത്. പക്ഷേ വീണയുടെ ഭാഗത്തേക്ക് എത്തുമ്പോൾ, അതായത് വീണയെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് വീണ ഹവാല ഇടപാട് നടത്തിയെന്നുള്ളത് നേരിട്ട് പറയുന്നില്ല. മറിച്ച് 85 ലക്ഷം രൂപ ദുബായിലേക്ക് കൈമാറി എന്നുള്ളതാണ് ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 85 ലക്ഷം രൂപ ഈ ചട്ടം ലംഘിച്ചാണോ കടത്തിയത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലുകളാണോ വീണയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുള്ള ഒരു വിശദമായ പരിശോധന ഉണ്ടാകും. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഫെമ കേസ് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ 2 കേസുകളിൽ ED-യുടെ ചോദ്യമുന്നയിലേക്ക് ഇനി വീണയ്ക്ക് വരേണ്ടി വരുമെന്നുള്ളതാണ്. നിലവിൽ CMR എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ മാത്രമാണ് വീണ ചോദ്യമുനയിൽ ഉള്ളത്. അത് 2 തവണ, നമുക്കറിയാം നേരത്തെ 2 തവണ വീണയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നതാണ്. വീണ്ടും ചോദ്യം ചെയ്യുന്ന പരിഗണനയിലുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലെ പുറത്തുവിട്ട ചില വിവരങ്ങളുണ്ട്. അതായത് വീണ പാർട്ട്ണറായ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്നുള്ള കമ്പനി, ആ കമ്പനിയെ ചുറ്റിപ്പറ്റി വലിയ ദുരൂഹത നിലനിൽക്കുന്നു. അപ്പോൾ അതിൽ തന്നെ വീണ്ടും ഒരു ചോദ്യം ചെയ്യൽ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുടെ പരിഗണനയിലുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഫെമ കേസ് കൂടി നിലവിൽ വരുന്നത്. അങ്ങനെ ഫെമ കേസിലും വിശദമായ ചോദ്യം ചെയ്യൽ, വീണയുടെ വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നുള്ളതാണ് ED പറയുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഈ സിം കാർഡ് അടക്കമുള്ള കാര്യങ്ങളിലും വിശദമായ അന്വേഷണവും ED നടത്തുക. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.